അപ്പം എന്തുകൊണ്ട് വിഷ്ണു എന്തുകൊണ്ടാണ് മാൾട്ട ചൂസ് ചെയ്യാൻ കാരണം? മാൾട്ട ഒരു അഫോർഡബിൾ കൺട്രിയാണ്, അതുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിന്ന് എന്തുകൊണ്ട് നിങ്ങൾ മാൾട്ട ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് മാൾട്ടയിലേക്ക് വരുന്നതുകൊണ്ടുള്ള എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. വിഷ്ണു അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എന്തുകൊണ്ട് മാൾട്ട ചൂസ് ചെയ്യാൻ, എന്തുകൊണ്ട് നിങ്ങൾ മാൾട്ടയ്ക്ക് വരണം, അല്ലെങ്കിൽ മാൾട്ടയിലേക്ക് വന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. റെഡി അല്ലേ? നിങ്ങൾക്ക് മാൾട്ടയ്ക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മാൾട്ടയിൽ വന്നതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയുണ്ടോ? ഇതുവരെ റിഗ്രറ്റ് ഒന്നും തോന്നിയിട്ടില്ല, നല്ല രാജ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി മാൾട്ടയിൽ. അപ്പോൾ മാൾട്ടയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, അതുപോലെ ഞങ്ങൾക്ക് വന്നിട്ട് തോന്നിയ കുറച്ച് പോസിറ്റീവ് സൈഡുകൾ. ഇപ്പോൾ നമുക്ക് എബ്രോഡ് എഡ്യൂക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാ? ജർമ്മനി, ജർമ്മനി, കാനഡ, ഫ്രാൻസ്, UK, USA, യൂറോപ്യൻ സൈഡ് അല്ലാണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷെ എല്ലായിടത്തേക്കും പോകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് മാൾട്ടയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവ് സൈഡ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു എബ്രോഡ് എഡ്യൂക്കേഷന് പോകണമെങ്കിൽ മാൾട്ട എന്തുകൊണ്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്ന് ഇടണം എന്ന് ഇതിനായിട്ടുള്ള ടോപ്പിക്കിനായിട്ട് നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് മാൾട്ടയിലേക്ക് വരുന്നതുകൊണ്ടുള്ള ഏറ്റവും നമ്പർ 1 അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. അധികം ബാധ്യതകളൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരാം. നാട്ടിലധികം ബാധ്യതകളൊന്നും വെക്കാതെ ഇവിടെ വരാം. ഇപ്പം നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവർക്ക് ആണെങ്കിലും നോക്കാം. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ എക്സ്പെൻസ് വരുന്നില്ല. ഒരുപാട് നോക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട സ്കീമൊന്നും നമുക്ക് മാൾട്ടയിലേക്ക് വരുമ്പോൾ തോന്നില്ല. എന്താ വെച്ചാൽ നമ്മളൊരു 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപ താഴെയാണ് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മിക്കയിലേക്കും വരുമ്പോഴുള്ള ഒരു ബഡ്ജറ്റ് നമ്മുടെ നിൽക്കുന്നത്. ബാക്കിയുള്ള ഏത് രാജ്യം നോക്കുകയാണെങ്കിലും, ഇപ്പോൾ കാനഡയ്ക്കാണെങ്കിലും UK യിലേക്കാണെങ്കിലും നമുക്ക് എബോവ് 10 lakhs എങ്ങനെയായാലും നമുക്ക് 20 lakhs നമുക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് മാൾട്ട, ലാറ്റ്വിയ, അതുപോലെ തന്നെ യൂറോപ്പ് സൈഡിലുള്ള കൺട്രികൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്. പഠിക്കാനായാലും അതുപോലെ ഇപ്പോൾ വർക്ക് വിസയ്ക്ക് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ അതാണ് മാൾട്ടയുടെ ഒരു മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് തന്നെ പറയുള്ളൂ. അത് തന്നെയാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്. എന്നുവെച്ചാൽ മാൾട്ടയിലേക്ക് നമുക്ക് ഒരുപാട് ബാധകളില്ലാണ്ട് കയറി വരികയും ചെയ്യാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു എബ്രോഡ് ലൈഫ് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാനും പറ്റുകയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വന്നിട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിനി അടുത്ത ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ, ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ലിവിങ് എക്സ്പെൻസ് അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയുണ്ടോ? ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ വിചാരിച്ചു ഇവിടെ യൂറോപ്പാണ്, യൂറോയാണ്, എക്സ്പെൻസ് കൂടുതലാണ്, ടാക്സ് കൂടുതലാണ്, റെന്റ് കൂടുതലാണ്, ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാം ഓടി നമുക്ക് മാനേജ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കുറവാണ് മാൾട്ടയിലെ ലിവിങ് എക്സ്പെൻസ് ആയാലും ടാക്സ് ആണെങ്കിലും എല്ലാം. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പൊതുവെ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, ഇപ്പോൾ ജർമ്മനിയിലായാലും വേറെ രാജ്യത്തൊക്കെയാണെങ്കിലും കുറച്ചുകൂടി എക്സ്പെൻസ് നമ്മുടെ അവിടെ കൂടുതലാണ്. ടാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഹൈ എത്ര പോർച്ച് ലൈഫ് വേണമെങ്കിൽ നമുക്ക് അതും പറ്റും. പക്ഷേ എന്നാൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ചുരുക്കി ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കുകയും ചെയ്യാം. അതും മാൾട്ടയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയാണ്. ഇവിടെ കാര്യം ഹവർലി വേജ് കുറവാണെങ്കിലും എക്സ്പെൻസ് കുറച്ച് കുറവാണ്. ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ അത്ര ടോപ്പിലേക്ക് പീക്കിലേക്കൊന്നും പോകണില്ല. പിന്നെ ഇപ്പം അതുപോലെ നമ്മുടെ മാൾട്ടയുടെ ഭയങ്കര അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അതിൽ നമ്പർ 1 ആയിട്ട് പറയേണ്ട കാര്യമാണ് നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും പബ്ലിക് ഹെൽത്തും എല്ലാവർക്കും ഫ്രീ ആണ്. അതിപ്പോൾ ഇവിടുത്തെ സിറ്റിസൺസ് ആയാലും നോൺ സിറ്റിസൺ ആയാലും ഇവിടുത്തെ പബ്ലിക് ഹെൽത്തും പബ്ലിക് ട്രാൻസ്പോർട്ടും ഭയങ്കര ഫ്രീ. അത് ഭയങ്കര നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ സ്റ്റുഡൻസൊക്കെ ആയിട്ട് തന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടൊന്നും 10 പൈസ പോലും ചിലവായിട്ടില്ല. ആകെ ചിലവെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ട്രാവൽ ചെയ്യണ ട്രാവൽ കാർഡ് എടുക്കണം മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു എക്സ്പെൻസ് പറഞ്ഞാൽ. കാണിച്ചു കൊടുത്ത ട്രാവൽ കാർഡ്
അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൽ കാർഡ്, ബസ് കാർഡ്. ഇത് സ്റ്റുഡൻസ് കാർഡാണ്. ഇത് ഞാൻ വന്നപ്പോൾ ലൈക്ക് നോർമൽ അഡൽട്സ് കാർഡ് എടുത്തത്. എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് സ്റ്റുഡൻറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ നോർമൽ കാർഡ് എടുത്തു. ഇതിന് രണ്ടിനും ചിലവായെന്ന് പറഞ്ഞാൽ ആകെ 28 യൂറോ ഉള്ളൂ. ഇത് നമുക്ക് ലൈക്ക് ലൈഫ് ടൈം ആക്സസ് ആണ്. ഇതിന് ലൈക്ക് നമ്മൾ സെപ്പറേറ്റ് പിന്നെ പൈസ ആഡ് ചെയ്യണം, ചാർജ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. ഞാനിവിടെ മാൾട്ടയിൽ വന്ന സമയത്ത് തന്നെ ഇല്ലേ നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ട് എടുത്തൊരു കാർഡാണ്. ഇതിന് വേണ്ടി വേറെ ചിലവൊന്നും എക്സ്പെൻസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഫുൾ ഫ്രീ ആണ്. നമുക്ക് ഈ കാർഡ് കൊണ്ട് ലൈക്ക് അൺലിമിറ്റഡ് ട്രിപ്സ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു ദിവസം ഇത്ര കയറാൻ പറ്റുള്ളൂ, അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം നമുക്ക് വെച്ചിട്ട്. അതുപോലെ ഹെൽത്ത് കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയറിൻ്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹെൽത്ത് കെയറും ഫ്രീ ആണ്. പിന്നെ ഇവിടെ ആകെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം. അതൊരു നിയമമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ ഇൻഷുറൻസിന്റെ കോസ്റ്റ് ഒക്കെ എത്രയായിരുന്നു? 100 യൂറോയ്ക്കകത്ത്. അത് ഇവിടെ ഒരു കാർഡ് എടുക്കാൻ നേരത്ത്, നമ്മുടെ ID കാർഡ് എടുക്കാൻ നേരത്ത് അതൊരു മാൻഡേറ്ററി ആണ്. അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഹെൽത്ത് കെയറിലും ഫ്രീ ആണ്. ഇവിടെ പബ്ലിക് ഹെൽത്തിൽ പോയാൽ മതി. കാർഡ് കാണിച്ചാൽ നമ്മുടെ ID കാർഡ് കാണിച്ചാൽ അതിപ്പോൾ എന്ത് അസുഖമാണേലും എന്ത് മരുന്നാണേലും നിങ്ങൾക്ക് അത് ഫ്രീ ആണ്. നമ്മൾ ബാക്കിയുള്ള ചില സ്ഥലത്തുള്ള പോലെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ഡോക്ടറെ കാണാൻ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് പനി വരികയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ പോയി കുറച്ച് ക്യൂ നിൽക്കേണ്ടിയിരുന്നുള്ളൂ, തിരക്കുണ്ടാവും. പക്ഷെ അതല്ല, നമുക്ക് ആക്സസിബിൾ ആണ്, ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് തന്നെ. ഇപ്പോൾ എന്താ മെഡിക്കൽ ലീവ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇൻ കേസ് അല്ലേ എന്തെങ്കിലും, ഇപ്പം എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ റൂമിലുള്ള ഒരുത്തനാണെങ്കിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് അന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ എല്ലാം ചെയ്ത് നമുക്ക് തിരിച്ചു തരാൻ പറ്റും, ഡോക്ടറെ കാണാൻ പറ്റും. അതിൽ നിന്ന് ക്യൂ നിൽക്കണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില സാക്രിഫൈസ് കാണല്ലോ ഫ്രീ ആയിട്ട്. ഓഫ്കോഴ്സ് നമ്മൾ ഡോക്ടറിനെ ഫ്രീ ആയിട്ട് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണമല്ലോ. ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളതിൽ നമ്മൾ ആഴ്ചയും മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് എടുത്താൽ തന്നെ അങ്ങനെയുള്ള സീൻ ഇവിടെ ഇല്ല. അത് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പം നിങ്ങളിപ്പോൾ നാട്ടിൽ തന്നെ ഓർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്നുള്ളോർത്തൊരു ടെൻഷൻ വേണ്ട. ഇവിടെ വന്നാൽ എന്തായാലും നിങ്ങൾക്ക് അത് ആക്സസിബിൾ ആണ്, ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരു അലമ്പ് സർവീസ് തന്നെ. ലൈക്ക് അങ്ങനത്തെ കംപ്ലൈൻറ്റുകളും ഇവിടെ ഞാൻ കേട്ടിട്ടില്ല. അതും മാൾട്ടയിൽ എനിക്ക് തോന്നിയ ഒരു നല്ലൊരു കാര്യമാണത്. വിഷ്ണു, അതുപോലെ പിന്നെ നിനക്ക് വേറെന്ത് ബെനിഫിറ്റാണ് മാൾട്ടയിലേക്ക് എന്നിട്ട് തോന്നിയത്? എനിക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഇവിടുത്തെ വെതർ കണ്ടീഷൻ അടിപൊളിയാണ്. അടിപൊളി വെതറാണ്. മെഡിറ്ററേനിയൻ വെതറാണ്. അത് ശരിയാണ്. അത് ഞാൻ പറയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ വെതർ മാൾട്ട ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമാണ് ഇവിടുത്തെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ്. നമ്മുടെ എന്താ അധികം എക്സ്ട്രീം ലെവലിൽ ചൂടില്ല, എക്സ്ട്രീം ലെവലിൽ തണുപ്പില്ല. അതൊരു ഭയങ്കര പോസിറ്റീവ് ആട്ടോ. എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മഞ്ഞ് വീഴ്ചയും മഞ്ഞുള്ള സമയത്ത് പണിക്കോലും അതുപോലെ വെയിൽ വരുമ്പോൾ ഭയങ്കര വെയിലും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ UK വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഇവിടുത്തെ വെതർ മച്ച് ബെറ്ററാണ്. വെച്ചാൽ ഇപ്പം തന്നെ ഉണ്ടല്ലേ, ഇപ്പം നമുക്ക് ഇവിടെ കോൾഡാണ്, പക്ഷേ സ്റ്റിൽ ഒരു 16-15 ആ ഒരു തണുപ്പിൽ നിൽക്കണ കാരണം നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ നമ്മളത് ബാധിക്കണില്ല. ലൈക്ക് ഇപ്പോൾ ഇന്ന് ഇവന് പണിക്കുവാണെങ്കിൽ ഇവന് സ്കൂളായിട്ട് പണിക്കുക, അതിലിടയ്ക്ക് മഴ പെയ്യും, ആ ഒരു സെറ്റപ്പ് മാത്രമല്ല. രണ്ട് മഞ്ഞ് വീണുകൊണ്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ചൂട് വരുമ്പോൾ ഉള്ള വെയിലും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടതില്ല. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റ്, നല്ല വെതറാണ് വെതർ ഇവിടുത്തെ ഒരു മെയിൻ ഇവിടെ വരാനുള്ള ഒരു അഡ്വാൻറ്റേജിൽ മെയിൻ തിങ് ആണ് ഇവിടുത്തെ വെതർ. അപ്പം നമുക്ക് അടുത്ത കാരണം നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ മാൾട്ട ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. എല്ലാവർക്കും ഇവിടുത്തെ മാൾട്ടീസ് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പം നിങ്ങൾ മാൾട്ട ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ ഒരു തിങ്ങാണ് ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഇവിടെയുള്ള എല്ലാ മാൾട്ടീസ് സംസാരിക്കുന്ന ആൾക്കാരും നമ്മളോട് ഇംഗ്ലീഷ് സംസാരിക്കും. ലൈക്ക് അവർക്ക് എല്ലാവർക്കും പ്രോപ്പർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർക്ക് സ്കൂളിലും കോളേജുകളിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നീ എന്താ കാരണം ലൈക്ക് അറിയാമായിരുന്നു അങ്ങനെ മാൾട്ട ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി? എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാം, നല്ല രീതിയിൽ സംസാരിക്കും, എല്ലാം മനസ്സിലാവും. ഈവൻ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര റേസിസാണ്. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെങ്കിൽ പോലും നമ്മളോട് അവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇവിടെയൊക്കെ ഞാൻ എയർപോർട്ടിലൊക്കെ വന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ലൈക്ക് മാൾട്ടസാര് അവർ മൾട്ടിൽ മാത്രമേ അവിടെ ഇല്ല. അവർക്ക് അവരുടെ ലാംഗ്വേജ് അറിഞ്ഞു തുടങ്ങി അവർ ഇംഗ്ലീഷിലേ സംസാരിക്കും. ഈവൻ ഞാൻ ചില സമയത്ത് ലൈക്ക് നമ്മൾ ലാംഗ്വേജ് തപ്പുമ്പോൾ ലൈക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, കളിയാക്കും അല്ലെങ്കിൽ ലൈക്ക്
ഇവനെന്താ പറയണ അങ്ങനൊന്നും ഇതുവരെ അങ്ങനെ കണ്ടില്ല. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുള്ളൂ. ലൈക്ക് ഇംഗ്ലീഷ് ഫുഡിലെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ നോക്കുള്ളൂ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലൈക്ക് അവരത് മനസ്സിലാക്കി എടുക്കാൻ നോക്കും. ലൈക്ക് അവരുടെ ഭാഷയിൽ നമ്മൾ തിരിച്ച് ചീത്ത പറഞ്ഞ നേരം അവരത് മനസ്സിലാക്കി എടുക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇതൊക്കെയാണ് ലൈക്ക് മാൾട്ടയിലേക്ക് വരണോണ്ട് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ. പക്ഷേ മാൾട്ടയിലേക്ക് വന്നപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇനി അതുപോലെ നെഗറ്റീവ് സൈഡ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു ഇവിടെ വന്ന പാർട്ട് ടൈമിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കാർഡ് പുതുക്കൽ, വിസ പുതുക്കൽ, ജോലി കിട്ടൽ, അങ്ങനത്തെ കുറേ നെഗറ്റീവ് സംഭവങ്ങൾ ഇപ്പോൾ ലോസൊക്കെ മാറിയപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ എന്തായാലും ചെയ്യണമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി താല്പര്യമുള്ള ആൾക്കാരാണോ, നിങ്ങൾ ബാക്കിയുള്ളവർ പറഞ്ഞായിട്ട് വെറുതെ അങ്ങനെ നെഗറ്റീവ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ പെട്ടുപോണ സിറ്റുവേഷനൊന്നും ആർക്കും ഇല്ല. ലൈക്ക് എങ്ങനെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാം. ലൈക്ക് അതുപോലെ ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മാൾട്ട. ഇവിടെ വന്നു വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്ന് പറയാൻ പാകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഇത് പലരും മാൾട്ടനെ യൂറോപ്യൻ എൻട്രി ആയിട്ട് മാത്രം കാണുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യാനും ഒരു നല്ല ലൈഫ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് മാൾട്ട. നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാലേ ലൈക്ക് നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇത് എന്തോ ഇത്